വായിക്കാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 6:5. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 7-ാമത്തെ വാക്യം. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ കണ്ട ഒരു വിഷനെ കുറിച്ചാണ് ഈ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന് പ്രാരംഭം മുതൽ പ്രവാചകൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം കാണുന്നത് കാര്യങ്ങൾ അത് ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തിനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. ആരാധിക്കുന്ന ഒരു സാറാഫുകളെ, സ്തോത്രം, അവർ ആർത്തു പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഒരു സാറാഫുകളെ അവിടെ കാണാനായിട്ട് യെശയ്യാ പ്രവാചകനിടയായി. അപ്പോൾ തന്നെ അതിലൊരു സാറാഫ് വന്നിട്ട് ഒരു തീക്കനൽ കൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു തീക്കനൽ യാഗപീഠത്തിൽ നിന്ന് താൻ ഒരുക്കി യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ എടുത്ത് കൊടിൽ കൊണ്ടൊരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കൽ പറഞ്ഞു. നാവിൽ തൊട്ട് ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടി അവനെ കമ്മീഷൻ ചെയ്യുന്ന, അവനെ അശുദ്ധിയെല്ലാം നീക്കി അവനെ പ്യുവറാക്കി ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി പ്രവാചകനെ ഒരുക്കുന്ന ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വിഷനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പരിശുദ്ധമാ തന്നൊരു നിയോഗപ്രകാരം തീയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഈ തീ എങ്ങനെ നമ്മിൽ കത്തണം, ഈ തീ കത്താതെ, ഈ പെന്തക്കോസ്തിന്റെ അനുഭവം നമ്മൾ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം വേസ്റ്റ് ആണെന്നൊക്കെയും ദിവസം നമ്മൾ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഇപ്പൊ തൽക്കാലം അതിനോടുള്ള ബന്ധത്തില് വീണ്ടും അങ്ങനെ ഒരു പ്രേരണ കർത്താവ് തരുന്നത് കൊണ്ട് ഇത് എത്രത്തോളം ഇങ്ങനെ ഈ ഒരു ടോപ്പിക് മുന്നോട്ട് പോകുന്ന എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നും പരിശുദ്ധാത്മാവ് അതിനോടുള്ള ബന്ധത്തില് ഈ തീ എങ്ങനെ നമ്മൾ കത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചിന്തിക്കാം. ഇന്ന് ഒന്നാമത്തെ ഒരു കാര്യമാണ് ഇന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തീ നമ്മളിൽ ഉണ്ടാകുവാൻ, ഈ തീ നമ്മിൽ എൻഫ്ലെയിം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ ജ്വലിപ്പിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ വായിച്ചു കേട്ടതുപോലെ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. വർഷിപ്പ് ചെയ്യുക, വർഷിപ്പ് ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും, സ്തോത്രം, ഹല്ലേലൂയ, അതായത് പൂർണ്ണമായ ഹാർട്ടിൽ, പൂർണ്ണ സോളിൽ ദൈവത്തിന് മുഴുവൻ കൊടുത്തുകൊണ്ട് നമ്മളെ വർഷിപ്പ് ചെയ്യുന്നതിലും വലിയൊരു ആരാധന വേറൊന്നുമില്ല. സ്തോത്രം. അതൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗിവിങ്. നമ്മൾ കർത്താവ് നാമത്തിൽ പലതും കൊടുക്കുന്നുണ്ട് അല്ലെ. കർത്താവ് നാമത്തിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വർഷിപ്പും അതും വലിയൊരു ഒരു ഗിവിങ് ആണ്. സ്തോത്രം. നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നത് വർഷിപ്പ്. സ്തോത്രം. നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് വർഷിപ്പ്. നമ്മുടെ ഉള്ളം കൊണ്ട്, സ്തോത്രം, നമ്മള് വർഷിപ്പ് ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ അരിയിലേക്ക് പോവാം, അല്ലെ, നമുക്ക് പല കാര്യങ്ങൾ മനസ്സിൽ കൂടെ കടന്നു പോകാം, നമുക്ക് നിരാശപ്പെടുക, ആരാധിക്കും. പക്ഷെ അങ്ങനെയുള്ള വർഷിപ്പുകളൊന്നും ദൈവത്തിൽ എത്തുന്നില്ല. സ്തോത്രം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന ഓരോ സ്തുതികളും അത് ദൈവിക ആ സ്പിരിച്വൽ റലത്തെ ചലിപ്പിക്കുന്നതാണ്. അതിന്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. സ്തോത്രം. സ്തുതിയെക്കുറിച്ചുള്ള ഒരുപാട്, അല്ലെങ്കിൽ ആരാധനയെക്കുറിച്ചുള്ള ഒരുപാട് വാക്യങ്ങളൊക്കെ ബൈബിളിലുണ്ട്. അതൊന്നും എടുത്ത് വായിക്കാനുള്ള സമയമില്ല. എന്നാൽ സ്തോത്രം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം, ഇവിടെ സറാഫുകൾ ആരാധിക്കുന്ന ഒരു വലിയ വിഷൻ ഇവിടെ പ്രവാചകൻ കാണാനിടയായി തീർന്നു. അപ്പോൾ തന്നെ അവർ ആരാധിക്കുമ്പോൾ തന്നെ ആരാധനയിൽ ഞാൻ ചിന്തിക്കുക, യെശയ്യാ പ്രവാചകനും പങ്കുകൊണ്ടു. അതുകൊണ്ട് തന്നെ താൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവങ്ങളെ കാണുവാനായിട്ട് തനിക്ക് ഇടയായി. സ്തോത്രം. ആ വിഷനിലൂടെ വലിയൊരു വിടുതലും കൂടി പ്രവാചകന്റെ ലൈഫിലൂടെ ഉണ്ടാകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം തന്നെ ആള് മാറ്റുന്നത് പോലെ ദൈവ പ്രവർത്തിക്ക് വേണ്ടി പ്രവാചകനെ ദൈവം വേർതിരിക്കുന്നവിടെ കാണാൻ സാധിക്കും. അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്നു. അപ്പോൾ തന്നെ മറുവശത്ത് നമ്മുടെ ആരാധനയെ ഭയപ്പെടുന്ന ഒരു തലമുണ്ട്, ഒരു അന്ധകാര മണ്ഡലമുണ്ട്. നമ്മുടെ ആരാധനയെ ഭയം അവർക്ക്, നമ്മുടെ സ്തുതികൾ അവർക്ക് ഭയമാണ്.
ശരിക്കും നമ്മളിവിടെ പാട്ട് പാടുമ്പോൾ ആ മണ്ഡലം കേൾക്കുന്നത് നമ്മുടെ പാട്ടല്ല, ഒരു അവരൊരു എന്താ പറയുക, ഒരു യുദ്ധക്കളത്തിലെ കരച്ചിലിനായിരിക്കും, അല്ലെങ്കിൽ ആർപ്പുവിളികളായിരിക്കും അവർ കേൾക്കുന്നത്. നമ്മളുടെ സോങ് അല്ല അവർ കേൾക്കുന്നത്. സ്തോത്രം. ഹാലൽ മറിച്ച് ഹാലലുയ സ്തോത്രം ഹാലൽ നമ്മൾ പാടുന്നതല്ല അവർ കാണുന്നത്. നമ്മൾ പാടുമ്പോൾ നമ്മളിലോട്ട് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ തീനെയായിരിക്കാം അവർ കാണുന്നത്. സ്തോത്രം. അപ്പോൾ അവർ നമ്മളെ ഒരു ഹ്യൂമൻ ആയിട്ടായിരിക്കത്തില്ല അവർ, പക്ഷെ അവർക്ക് കാണാൻ സാധിക്കും. ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പറയുക. സ്തോത്രം. അവർ കാണുന്ന നമ്മൾ വെളിപ്പെടുന്ന, നമ്മൾ റിഫ്ലക്ട് ചെയ്ത ക്രിസ്തുവിന്റെ ഇമേജിനെ ആയിരിക്കും അവർ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഹാലലൂയ നമുക്കെതിരെ ശത്രു ഉയർത്തിയ എല്ലാ അസൈൻമെന്റുകളും, സകല കോൺട്രാക്റ്റുകളും, ലീഗലി അവൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കോൺട്രാക്റ്റുകളെല്ലാം അവിടെ തകരുക. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി കിട്ടാതാകുന്നത് ഇതുപോലെ നമ്മൾക്കെതിരെ ശത്രു എഴുതിയ ലീഗൽ കോൺട്രാക്റ്റുകളുമായിട്ട് അവൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ് നല്ല ദർശനം കാണുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിലില്ല. പക്ഷെ ഞങ്ങൾ ഭവനത്തിൽ ആരാധിക്കുന്ന സമയത്ത്, ശക്തമായ രീതിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവം തന്റെ ആത്മകണ്ണുകളിലൂടെ ഇങ്ങനെയുള്ള കാഴ്ചകളെ പരിശുദ്ധാത്മാവ് കാണിക്കുവായിരുന്നു. നമ്മൾക്കെതിരെ നിൽക്കുന്ന അന്ധകാരമുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ഈ ഒരു ആത്മതലം ഓപ്പൺ ആകുമ്പോൾ, സ്തോത്രം, ആരാധനയുടെ തലങ്ങളിലൂടെ നമ്മൾ ഉയരപ്പെടുമ്പോൾ ചില സ്പിരിച്വൽ റലങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾക്കെതിരെയുള്ള ലീഗൽ കോൺട്രാക്റ്റുകൾ അവിടെ തകരും. ഇതൊക്കെ പിശാചിന് ഭയമാ. സ്തോത്രം. അവന്റെ ആളുകൾ, അവന്റെ ആർമികൾക്ക് ഭയമാണ്. കാരണം നമുക്ക് ചുറ്റും ഇപ്പൊ ഇവിടെ നോക്കിയേ, സാറാഫുകൾ, ആരാധിക്കുന്ന സാറാഫുകൾ ഇറങ്ങിയതുപോലെ ദൈവിക ദൂതന്മാർ നമുക്ക് ചുറ്റും, ആ പ്രസൻസ് നമുക്ക് ചുറ്റും വ്യാപരിക്കുമ്പോൾ ഒരു ശക്തിക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു അന്ധകാര മണ്ഡലത്തിനും അവിടെ നിൽക്കാൻ കഴിയത്തില്ല. സോ ദൈവത്തിന്റെ പ്രസൻസിനാൽ നമ്മൾ നിറയപ്പെടാൻ മറ്റൊന്നും അവിടെ ആവശ്യമില്ല. നമ്മൾ ഉയർത്തുന്ന ആ യാഗപീഠത്തിൽ ദൈവത്തിന്റെ തീ അവിടെ ഇറങ്ങുക തന്നെ ചെയ്യും. ആ വലിയ തീ നമ്മളെ മാറ്റും. അപ്പോൾ തന്നെ നമുക്കെതിരെയുള്ള ദൈവത്തിന്റെ നീതികളെ, ദൈവത്തിന്റെ പ്രോമിസുകളിലോട്ട് നമ്മളെ അടുപ്പിക്കാതിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ട് തകരും. അതുകൊണ്ട് ഇതൊരു ട്രിക്കാണ് ദൈവമക്കളെ. സ്തോത്രം. നമ്മൾ മറന്നു പോകരുത്. നമുക്ക് എപ്പോൾ ആരാധിക്കാൻ മടിയുണ്ടോ അപ്പൊ പോയി നമ്മൾ ആരാധിച്ചോണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എപ്പോൾ നമ്മുടെ ആരാധന കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നുവോ അപ്പൊ മനസ്സിലാക്കുന്ന ഒരു സംതിങ് സീരിയസ് ഇസ് ഗോയിങ് ഓൺ. അപ്പൊ തന്നെ നമ്മൾ പോയിരുന്ന ദിവസേനയിൽ മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിച്ചോണം, ആരാധിക്കണം. ഒന്നും പറ്റുന്നില്ലെങ്കിൽ ജീസസ് ഈസ് ലോർഡ്, യേശു കർത്താവെന്നെങ്കിലും നമ്മൾ നാവെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ നമുക്ക് ഭയമില്ലെങ്കിലും ഇതിനെയൊക്കെ ഭയപ്പെടുന്ന ഒരു തലമുണ്ട്. സ്തോത്രം. മണ്ഡലമുണ്ട്. സ്തോത്രം. യേശു കർത്താവ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. യേശു കർത്താവ്, യേശു കർത്താവ് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞു തരണം, യേശു കർത്താവ്. ഹല്ലേലൂയ. യേശു കർത്താവ്. 2-3 വട്ടമൊക്കെ അത് അധികാരത്തോടെ ആത്മാവിൽ നമ്മൾ പറയുമ്പോൾ, സ്തോത്രം, നമുക്കെതിരെ നിൽക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, ചില കോൺട്രാക്റ്റുകൾ, ചില അസൈൻമെന്റുകൾ, ലീഗലായിട്ട് പിശാച് ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പുറകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ചിലതൊക്കെ തകർന്നോടുവാനൊക്കെ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ പകൽക്കാലം ആരാധനയെ സീരിയസ് ആയിട്ട് കാണുക. സ്തോത്രം. വർഷിപ്പിന് അല്ലെങ്കിൽ സ്തുതിയെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ആ തീ നമ്മൾ കത്തിക്കാൻ തക്കൊണ്ട് 1000 കർത്താവ് നമ്മൾ തന്നിട്ടുണ്ട്. അതിനെ ദൈവത്തിൽ ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ദൈവസന്നിധി നിർത്തി പ്രാർത്ഥിക്കാനായിട്ട് പോവുക. സ്തോത്രം. ഈ തീ നമ്മൾ കത്തണമെങ്കിൽ, സ്തോത്രം, നമുക്ക് എന്നാ ചെയ്യാം? നമുക്കൊരു അടുപ്പിലൊക്കെ വിറക് കത്തിക്കുന്ന സമയത്ത് കത്താത്ത വിറകുകൾ നമ്മൾ കത്തുന്നതിന്റെ കൂടെ എടുത്തു നോക്കുമ്പോൾ അത് ആളി കത്താൻ ഇടയായിത്തീരും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം, കത്തുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും കത്താൻ ഇടയായിത്തീരും. സ്തോത്രം. കത്താത്തവരുടെ കൂടെ നിൽക്കരുത്. അത് നമ്മുടെ ചോയ്സാണ്. ഹല്ലേലൂയ. ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, തീയാകുന്ന കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുക. സ്തോത്രം. കർത്താവിന്റെ കൂടെ എപ്പോഴും നടക്കുക. സ്തോത്രം. ആ തീ നമ്മൾ വ്യാപരിക്കാതിരിക്കത്തില്ല. ആ പ്രസൻസ് നമ്മൾ വ്യാപരിക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. മോസ്റ്റ് ഓഫ് ദ ടൈം പറ്റുന്ന ഇടത്തോളം കർത്താവിനോട് കൂടെ ഇരിക്കുക, കർത്താവിന്റെ കൂടെ നടക്കുക. സ്തോത്രം. അതിനുവേണ്ടി കുതിക്കുക. ആ തീ നമ്മളെ കത്തിക്കാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. വാക്കുകൾ ഇവിടെ നിർത്തിയാൽ സമയം മുന്നോട്ട് പോയത് കണ്ട് വരും ദിവസങ്ങളിൽ ഇതിനുള്ള ബന്ധത്തെ പരിശുദ്ധാത്മാവിൽ ചില ചിന്തകൾ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ഈ പകൽക്കാല വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഓരോരുത്തരും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.